Hi students, good evening. Okay, remember when Abdul Kahar another number 10:30? 1/√3. Voice cut out. Number 1/√3. 1/√3. Cos 60 എത്രയാ മണിയറോ? 1/2. Cos 60. Cos 60. 1/2. Okay, Alia, what about sin 30? 1/2. Vishal Khan, cos 30. √3/2. Paisano tan 45. Star 1. Anna Rashid, what about angle of elevation? ലൈൻ ഓഫ് സൈറ്റും മുകളിലേക്കുള്ള ആംഗിളും. Molecular angle. Line of sight. ലൈൻ ഓഫ് സൈറ്റിന്റെയും മുകളിലേക്ക് വരുന്ന ആംഗിൾ നടുക്കുള്ള ആംഗിൾ. Okay, എന്താണ് ഫാത്തിമ സയ്യിദ് നമ്മുടെ sun solitude? Fatima Zayan. Let's remove the sun solitude. സണ്ണിന്റെ ഷാഡോ അടിക്കുമ്പോ ഗ്രൗണ്ടിനും സണ്ണിന്റെ റേയും ഉണ്ടാകുന്ന ആംഗിൾ. Okay, Ananya. Tan 60. √3. √3. Tan 30 എത്ര ആൾക്കാരെ? Tan 30. 1/√3. 1/√3. Jasbal. Sin 45. 1/√2. 1/√2. Okay. Fran. Fran. Khadija. Yes, sir. എത്രയാണ് tan 60? √3. ഫസല എത്രയാണ് tan 30? 1/√3. 1/√2. Okay, right. So let us move on to the remaining question. എടുത്ത വേഗം നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 15 അല്ലേ? 15 അല്ലേ? 15 അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തല്ലോ ഒരു വേഗം. സ്റ്റാർട്ട് ചെയ്യും. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. 2 minutes maximum to read the question. 2 minutes maximum to read the question. എംബാറ്റിൽ നമുക്ക് എക്സസൈസിൽ ഉള്ളതിൽ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണോ ഇത് നമ്മൾ ചെയ്തതിൽ വെച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ അവിടെ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് ഡ്രോയിങ്. ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട്. ക്വസ്റ്റ്യൻ വായിക്കുന്ന ഒരു മിനിറ്റ് കേട്ടോ. ക്വസ്റ്റ്യൻ മീനിങ് പിടികിട്ടാനുള്ള റീഡിങ്ങിന് 1 more minute. ഞാൻ പറഞ്ഞു മീനിങ് ക്ലിയർ ആണ് എങ്കിൽ ഫിഗർ വരയ്ക്കാം. മീനിങ് ക്ലിയർ ആണ് എങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് ഡ്രോയിങ് ദ ഫിഗർ. Thirty seconds or a question ready है. മീനിങ് ഒന്ന് പറയാൻ കേൾക്കട്ടെ. എന്താണ് ക്വസ്റ്റ്യൻ അർത്ഥം? മിൻഹ
ഒരു സ്ട്രെയിറ്റ് ഹൈവേയുടെ ഫൂട്ട് എന്ന് പറഞ്ഞ ടവറിന്റെ നിലത്താണ് സ്ട്രെയിറ്റ് ഹൈവേയുടെ ശരി. ഫൂട്ട്. എന്നിട്ട് ആ ടവറിന്റെ മുകളില് ഒരാള് നിക്കുവാണ്. അയാള് ടവറിന്റെ മുകളിൽ നിന്ന് അടിയിലേക്ക് നോക്കുമ്പോ ആംഗിൾ ഓഫ് ഡിപ്രഷൻ 13 ഡിഗ്രി ആണ്. അത് യൂണിഫോം സ്പീഡില് ഗ്രൗണ്ടിലേക്ക് നോക്കുമ്പോ അല്ല, ടവറിന്റെ മുകളിൽ നിന്ന് ആരെ നോക്കുമ്പോഴാ? ടവറിന്റെ മുകളിൽ നിന്ന് he observes കാറിലേക്ക് നോക്കുമ്പോ ആംഗിൾ ഓഫ് ഡിപ്രഷൻ 30 ഡിഗ്രി. ശരിയാന്നല്ലേ? എന്നിട്ട് യൂണിഫോം സ്പീഡില് 6 സെക്കൻഡ് ലേറ്റർ ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ കാറിന്റെ നോക്കണ ആംഗിൾ ഓഫ് ഡിപ്രഷൻ 16 ഡിഗ്രി ആയി. അതിന്റെ ടൈം കണ്ടുപിടിക്കാൻ. We have to find the time taken by the car. Time taken by the car എന്തിനു വേണ്ടി എടുക്കുന്ന ടൈം മിൻഹ? Time taken to reach the foot of the tower. ഈ കാറ് ടവറിന്റെ തൊട്ട് താഴെ എത്താനുള്ള ടൈമാണ് കണ്ടുപിടിക്കുന്നത്. അതാണ് ആ ക്വസ്റ്റ്യന്റെ മീനിങ്. ഫിഗർ വരയ്ക്കാൻ 1 മിനിറ്റ് കേട്ടോ മാക്സിമം. ഫിഗർ വരയ്ക്കാൻ you have 1 minute. ഫിഗർ വരയ്ക്കാൻ വലിയ കോംപ്ലിക്കേഷൻ വരുന്ന എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും, പക്ഷെ ആൻസറിലേക്ക് എത്താനാണ് ചിലപ്പോൾ ഇത്തിരി സമയം എടുക്കുക. വിശാലെ ഫിഗർ വരച്ച് ചെയ്യാനോ? ചെയ്തോടേക്കോ? സാറേ 16ാമത്തെ ഇട്ടുള്ള അത് നോക്കൊണ്ടിരിക്കും. 16ാമത്തെ നീ നോക്കിക്കൊണ്ടിരിക്കണ 15 ചെയ്ത് കഴിഞ്ഞോ? ഇന്നലെ ടൈം കിട്ടിയോ? ഇന്നലെ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. 30 seconds ഉള്ളൂ കേട്ടോ. ഫിഗർ വരയ്ക്കാൻ 30 seconds ഓടെ മാക്സിമം. റൈറ്റ്, ഒന്ന് ഫിഗർ കാണിച്ചു നോക്കട്ടെ everyone. എല്ലാവരും ഞാൻ പറയാതെ ഫിഗർ മാറ്റരുത് കേട്ടോ. പറയാതെ ഫിഗർ മാറ്റരുത്. മുഫീദ, ഈ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആരൊക്കെ തമ്മിലുള്ള ആംഗിളാ? എന്താ സർ? ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലുള്ള ആംഗിളാ? നോർമലും ലൈൻ ഓഫ് സൈറ്റ് താഴത്തുള്ള. എന്നിട്ട് നോർമൽ എവിടെയാ ഫിഗറിൽ? അർഫാസേ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആരൊക്കെ തമ്മിലുള്ള ആംഗിളാടാ? ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആരൊക്കെ തമ്മിലുള്ള ആംഗിളാണ്? നോർമലി എന്നുള്ള. ഇതിന്റെ നോർമൽ എവിടെ? മിറ ഫാത്തിമ, ഞാൻ പറഞ്ഞല്ലോ ടവർ വരയ്ക്കുമ്പോൾ നമ്മളെ ബിൽഡിംഗ് ഒന്നും റെക്ടാംഗിൾ ആക്കി വരയ്ക്കേണ്ട, ഒരു ലൈൻ മാത്രം മതി. രണ്ടാമത്തെ പ്രശ്നം, മിറ ഫാത്തിമയുടെ സ്കെയിൽ എവിടെ? പെൻസിൽ എവിടെ? പെൻസിൽ എവിടെ? പെൻസിൽ റെക്ടാംഗിൾ വരച്ചേക്കുന്നത് എന്തിനാ? മിൻഹ ഫിഗർ ഇത്തിരി ബാക്കിലേക്ക് പിടിച്ച മിൻഹ. അനക്കല്ല വീഡിയോ ക്ലാരിറ്റി ഇടുന്നില്ല മിൻഹ. റേഞ്ച് ഇഷ്യൂ ആണോ? ഫായിസെ ഫിഗർ എവിടെ? ഫായിസെ നിങ്ങളെ ഫിഗർ മാറ്റാൻ പറഞ്ഞേ. ആംഗിള് സാധനം ഒന്നും മാർക്ക് ചെയ്തിട്ടുള്ളൂ. എന്നതാ നീ വരച്ചു വെച്ചേക്കുന്നേ? ആംഗിൾ ഇല്ല, ഒരു മെഷർമെന്റും ഇല്ല, നോർമൽ വരച്ചിട്ടില്ല. ഇത് എന്നത്? ഇത് നടപടിയുടെ കേസല്ലാട്ടോ. ചാപ്റ്റർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചാപ്റ്റർ. അവിടെയും ഫിഗർ വരയ്ക്കാൻ ഡൗട്ടാണ്. ഇപ്പോഴും ഫിഗർ എത്തിയിട്ടില്ലെങ്കിൽ സീരിയസ് ഇഷ്യൂസ് അവർക്ക്. മാറ്റി പോരുവാ. നിങ്ങളുടെ ഇന്നലെ പറയരുത്, ഈ ആംഗിൾ നമ്മൾ വരയ്ക്കുമ്പോൾ നോർമൽ ഡിനോട്ട് ചെയ്യണം എന്നുള്ളത് അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. നിങ്ങൾ നോർമൽ ഡിനോട്ട് ചെയ്യാതെ വരയ്ക്കരുത്. കാര്യം ആംഗിൾ താഴെ മാർക്ക് എത്തുന്നില്ല, പക്ഷെ നോർമൽ ഡിനോട്ട് ചെയ്താലേ ആ ഫിഗറിന് പെർഫെക്ഷൻ ഉണ്ടാവും. ഒരു ഗ്രൗണ്ടില് ഒരു ടവർ,
ഈ ടവറിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്നു എ കാർ ഈസ് ഓൺ ദ റോഡ്. എവിടെ ഒരു കാറുണ്ട്, കാറിലേക്ക് നോക്കുന്ന ആംഗിൾ കൃത്യമായ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇങ്ങനെ നോക്കും. നോർമൽ ലൈൻ ഓഫ് സൈറ്റ്, മുകളിൽ നിന്നാണ് നോക്കുന്നത്, അപ്പൊ നമുക്ക് നോർമൽ ലൈൻ ഓഫ് സൈറ്റ് ഇങ്ങനെ കൊടുക്കും. ഇവിടെ നിന്നുള്ള ആംഗിൾ നമുക്ക് വളരെ കൃത്യമായ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ആംഗിൾ നമ്മൾ മാർക്ക് ചെയ്യും. നമുക്ക് എപ്പോഴും ഞാൻ പറയാറുണ്ട്, നോർമൽ ലൈൻ ഓഫ് സൈറ്റ് ഒക്കെ ഡോട്ടഡ് ലൈനിൽ കൊടുക്കുകയാണ് ബെറ്റർ. The angle is given as 30 degree. Now, after some time, കാറിന്റെ പൊസിഷൻ മാറി, കാർ ഇവിടെ എവിടെയോ എത്തി. അങ്ങനെ എത്താൻ എടുത്ത ആംഗിൾ ഓഫ് എലിവേഷനും ക്വസ്റ്റ്യനിൽ കൃത്യം തന്നിട്ടുണ്ട്. That angle of elevation is 60 degree. നമുക്ക് കൃത്യമായ നെയിം ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. Let A, B be the tower and the points are respectively C and D. ഇവർ നെയിം തന്നെ കൊടുക്കുക കേട്ടോ, ദാറ്റ്സ് ബെറ്റർ. കാരണം അടുത്ത സ്റ്റെപ്സ് പറയുമ്പോൾ ഇല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ വരും. അതുകൊണ്ടാണ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഫിഗർ. ഈ ഫിഗർ വരയ്ക്കുമ്പോൾ ഇപ്പോഴും ഡൗട്ട് ആണ് എങ്കിൽ അത് എവിടെയോ കാര്യമായ തകരാറുണ്ട്, പ്രശ്നമാണ്. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങൾ നല്ലപോലെ കഷ്ടപ്പെടും. ബിക്കോസ് ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് വി ആർ ഡിസ്കസ്. ഇനി നിങ്ങൾക്ക് 3 മിനിറ്റ് ഉണ്ട് ടു ട്രൈ. ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഐഡിയ. മാക്സിമം 3 മിനിറ്റ് ടു ട്രൈ. എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ള ബോധ്യം വേണം, അത് വെച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എന്നുള്ള നല്ല ധാരണ വേണം കേട്ടോ. മൂന്ന് മിനിറ്റ് മാക്സിമം ആണ്. 3 മിനിറ്റ് മാക്സിമം. 3 മിനിറ്റിൽ ആൻസർ കിട്ടണമെന്നല്ല, ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണോ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, എന്താണ് കണ്ടുപിടിക്കാനുള്ള ധാരണ വേണം, അത് വെച്ചിട്ടേ ചെയ്യും. രണ്ട് മിനിറ്റ് കേട്ടോ, 2 മിനിറ്റ് കൂടി. രണ്ട് മിനിറ്റോടെ മാക്സിമം. നിങ്ങൾക്ക് പിന്നെ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്യണേ, വെറുതെ നോക്കിയിരിക്കരുത്. നമുക്ക് പരിപാടി ഇല്ല. നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു മെത്തേഡിൽ നമ്മൾ മുന്നോട്ട് പോവാ. വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ് ഡസന്റ് മാറ്റർ. ചെയ്യേ. വെറുതെ ബോർഡിലേക്ക് കണ്ണു വെച്ചിരുന്ന എന്നതാണ് ബോർഡിലുള്ള ഫിഗർ അല്ലാതെ ചുമ്മാ ബോർഡിലേക്ക് ഇങ്ങനെ കണ്ണു വെച്ച് നോക്കിയിരുന്നിട്ടുള്ള കാര്യമുണ്ടോ? Speed out at the last minute. Last minute, try the question. Thirty seconds. More. നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണോ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ 3 മിനിറ്റോടെ എന്തായാലും ആൻസർ കംപ്ലീറ്റ് ആവില്ല. എങ്കിലും നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് കറക്റ്റ് ആണോ നമുക്ക് അറിയണല്ലോ. ഇതിന് വേണ്ടിയിട്ട് സഫീല ഞാൻ ചോദിക്കട്ടെ, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇത് മുന്നത്തെ ക്വസ്റ്റ്യൻ കമ്പയർ ചെയ്യുമ്പോഴേ എന്തൊരു പെക്യുലാരിറ്റി ഫീൽ ചെയ്യുന്ന എനി ഡിഫറൻസ് വെൻ വി കമ്പയർ ദ റിമൈനിങ് ക്വസ്റ്റ്യൻസ്? നമ്മൾ ഇതുവരെ ഒരു 14 ക്വസ്റ്റ്യൻ ചെയ്തല്ലോ.
വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ? ടൈം മാത്രം കൊടുത്തിട്ടുള്ളൂ. ഏതാടാ? ടൈം മാത്രം. ഇവിടെ നമുക്ക് ആകെ ഉള്ളൊരു പോയിന്റ് ടൈം എന്നുള്ളത് മാത്രമാണ്. ഇതിനു മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാത്തിലും നിങ്ങൾക്ക് അറിയാം, നമ്മൾ ചെയ്തതാണ്. ഏതെങ്കിലും ഒരു ലെങ്ത് നമുക്കുണ്ടായിരുന്നു അല്ലെ, ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ക്വസ്റ്റ്യനില് കുറെ ലൈൻസ് ഉണ്ട്, കുറെ പേരുണ്ട്, കുറെ ആംഗിൾസ് ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് നോ സൈഡ് ഈസ് ഗിവൻ ഓർ ദ ലെങ്ത് ഓഫ് ഓൾ ദ സൈഡ്സ് ആർ മിസ്സിംഗ്. ഒരു സൈഡിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടില്ല. ഇതാണ് പ്രശ്നം. ആ പ്രശ്നം പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഒരു ലെങ്തും നമ്മളുടെ മുമ്പിൽ ഇല്ല എന്നുള്ളതാണ് വിഷയം. ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ, ഫസലെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞേ? ടൈം ടേക്കൺ ടു റീച്ച് ദ ഫുഡ്. ടൈം ടേക്കൺ ടു റീച്ച് ദ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്റെ ബോർഡിലെ ഫിഗറിൽ എവിടെ നിന്ന് എവിടെ എത്താനുള്ള ടൈം നമുക്ക് കണ്ടുപിടിക്കണ്ടേ ഫസൽ? സിയിൽ നിന്ന് എയിലേക്ക്. കാരണം നിലവിൽ ഇപ്പൊ നോക്കിയത്, നിലവിൽ ഇപ്പൊ ഏറ്റവും അവസാനം ഈ കാറ് കണ്ടിട്ടുള്ളത് സി എന്ന പോയിന്റിലാണ്. അങ്ങോട്ടുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് 60 ഡിഗ്രി. ഈ സിയിൽ നിന്ന് കാർ ട്രാവൽ ചെയ്ത് എ എന്ന പോയിന്റ്, എ ആണ് ഫുട്ട് ഓഫ് ദ ടവർ, ഇവിടെ എത്താൻ എത്ര ടൈം എടുക്കും, ഇവിടെ വരെ എത്താൻ എത്ര ടൈം എടുക്കും നമുക്ക് കണ്ടുപിടിക്കണം. അത് അടുത്ത പ്രശ്നം. ടൈമാണ് കണ്ടുപിടിക്കേണ്ടത് അടുത്ത പ്രശ്നം. ഇത്രയും കോംപ്ലിക്കേഷൻ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആണ്. സോ എന്ത് ചെയ്യും, എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും പറയാം? ഹന്ന, റഷീദ്, ഹൗ വി ക്യാൻ പ്രൊസീഡ്? എനി ഐഡിയ? കിട്ടിയില്ല. ഒരു പാറ്റേൺ കിട്ടിയിട്ടില്ല. നമുക്ക് നോക്കാം. ഐഷ, സുഹാന? tan 16 tan 13 എടുക്കണം. എന്നിട്ട് അപ്പൊ നമുക്ക് എഡിക്ക് വേറെ ഒരു ഇക്വേഷൻ കിട്ടും. എ ഡി എന്ന് പറയുന്ന ആൾക്ക് ഒരു ഇക്വേഷൻ കിട്ടും. എ ഡി. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്നാ എ ഡി ഇസ് ഈക്വൽ ടു 3CA കിട്ടി. എ ഡി ഈക്വൽ ടു 3CA. എ ഡി ഈക്വൽ ടു ട്രിപ്പിൾ ഓഫ് സി എ. ശരി, അത് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യും? ബാക്കി അറിയില്ല. അവിടെ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു ലെങ്ത് ഉണ്ടായിരുന്നു എങ്കിൽ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ നമുക്ക് സൈഡ്സ് ഒക്കെ കണ്ടുപിടിച്ചൊക്കെ വരായിരുന്നു. ഇവിടെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ചെയ്തൊരു കളി കളിക്കണമെന്ന് മാത്രം. എന്തെങ്കിലും ഐഡിയ മിറ, ഫാത്തിമ, നമുക്ക് ഇതിനെ പ്രൊസീഡ് ചെയ്യാൻ? കിട്ടില്ല. വിശാലേ, എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? tan 60. അപ്പം ഒരു ഓവറോൾ പറഞ്ഞാൽ മതി. ഓവറോൾ പറഞ്ഞാൽ മതി. tan 60 എടുക്കണം. എന്നിട്ട് എ ബിനെ ഒറ്റയ്ക്ക് എടുത്തിട്ട് മറ്റേതിനെ tan 60 കൊണ്ട് ഇൻഡു ചെയ്യണം. ശരി. പിന്നെ tan 30 എടുക്കണം. എന്നിട്ട് എ ബിനെ അവിടെ നിർത്തിയിട്ട് എ ഡിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഓക്കെ. അപ്പം എ ബി ഈക്വൽ ടു രണ്ട് ഇക്വേഷൻ കിട്ടും. എന്നിട്ട് 2 ഇക്വേഷൻ കിട്ടും. എന്നിട്ട് സാർ ഞാൻ മറ്റേ ഈ എയും ബി സി ഡി അങ്ങനെയല്ലേ ഇട്ട്? അല്ല, അത് കുഴപ്പമില്ല. എന്നിട്ട് രണ്ട് ഇക്വേഷൻ കിട്ടും. അപ്പം എ ബിക്ക് 2 എണ്ണം കിട്ടും. എന്നിട്ട് 2 എണ്ണം കൂടെ ചെയ്യുമ്പം എന്നോട് ചെയ്യപ്പോ ടൈം കിട്ടിയോ? ടൈം എത്ര കിട്ടിയോ ഫൈനൽ? 3 seconds. നമുക്ക് നോക്കാം. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ഹന്ന സാല്? ചെയ്യാൻ എന്തെങ്കിലും മെത്തേഡ്? ഇവിടെ നമുക്ക് പല രീതികളുണ്ട്, പല മെത്തേഡ്സിൽ ട്രൈ ചെയ്യാം. ആ സൈറ്റ്സിന്റെ പേര് അങ്ങനെ തന്നെ ഇട്ടൊക്കെ ട്രൈ ചെയ്യാൻ മെത്തേഡ് ഉണ്ട്. ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യാം, നിങ്ങളുടെ ചോയ്സ് ആട്ടോ. ഞാൻ പ്രിഫർ ചെയ്യുക, നമുക്കിവിടെ ഒരു സൈഡ് നിലവിൽ അറിയാൻ പാടില്ല. ശരിയല്ലേ? നോ സൈഡ് ഈസ് ഗിവൺ. എത്ര റൈറ്റ് ട്രയാങ്കിൾസ് നമുക്ക് ഈ ഫിഗർ നോക്കുമ്പോൾ കിട്ടും? ഹൗ മെനി റൈറ്റ് ട്രയാങ്കിൾ ട്രയാങ്കിൾസ് ആർ ദർ? ഹന്ന, ഫാത്തിമ? 2 എണ്ണം ഉണ്ട്. ശരി. ഈ 2 റൈറ്റ് ട്രയാങ്കിളിലും കോമൺ ആയ ഏതെങ്കിലും സൈഡ് ഉണ്ടോ? ബി സി രണ്ടുപേർക്കും കോമൺ ആണോ? ബി സി 2 റൈറ്റ് ട്രയാങ്കിളിലും കോമൺ ആണോ? 2 റൈറ്റ് ട്രയാങ്കിളിലും എ ഡി 2 റൈറ്റ് ട്രയാങ്കിളിലും കോമണാ?
ചിന്തിക്കുന്നില്ല, എവിടുന്നോ ഒരു പേര് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ കോമൺ ആയ സൈഡ് ഏതാണെന്ന് എന്റെ ക്വസ്റ്റ്യൻ. ആഷിക്ക് രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിളും കോമൺ ആയ സൈഡ് ഏതാ? ബി എ അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന ട്രയാംഗിളും കോമൺ ആണ്. ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം, ഈ എ ബി എന്ന് പറയുന്ന ആൾക്ക് ഞാൻ തൽക്കാലം എക്സ് എന്ന് എടുക്കുക. എ ബിക്ക് എക്സ് ഞാൻ ചൂസ് ചെയ്യും. ശ്രദ്ധിച്ചു കേട്ടോ. എ ബി ഞാൻ എക്സ് എന്ന് എടുക്കുന്നു. ഇവിടെ നമുക്ക് അൾട്ടിമേറ്റ്ലി എന്താ കണ്ടുപിടിക്കണ്ടേ ആര്യർഷി? ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ടൈമാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഈ ടൈം എന്ന് പറഞ്ഞ ആളെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എങ്ങോട്ടൊക്കെ കണക്ട് ചെയ്യേണ്ട വരും സഞ്ജയ്? ടൈം കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്റ്റൻസും സ്പീഡും കണക്ട് ചെയ്യണം. സ്പീഡ് നമുക്ക് അറിയാമോ നിലവില്? ആൽബിൻ, സ്പീഡ് നമുക്ക് അറിയാമോ? സ്പീഡ് നമുക്ക് അറിയില്ല. ഇവിടെ നമ്മൾ ഇതുവരെ ക്വസ്റ്റ്യനിൽ തന്ന ഒരു ഡേറ്റ നമ്മൾ ഇതുവരെ മെൻഷൻ ചെയ്തില്ല. ഏത് ഡേറ്റ എന്ന് പറയാമോ മരിയ? ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്ത ഒരു ഡേറ്റ നമ്മൾ ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല. ഏത് ഡേറ്റ? നമ്മളെ 30 ഡിഗ്രി 60 ഡിഗ്രി ഒക്കെ നമ്മൾ ഫിഗറിൽ വരച്ചിട്ട് നമുക്ക് ഇനിയും അതൊക്കെ ഉപയോഗപ്പെടുത്താം. പക്ഷെ ഇതുവരെ നമ്മുടെ ഡിസ്കഷനിൽ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഡിസ്കഷനിൽ ഒന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു ഹിന്റ് കയറി വന്നിട്ടില്ല. ഏതാണ് ഹിന്റ്? ഫാത്തിമ പറയാം. 6 സെക്കൻഡ് എന്നൊരു പോയിന്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആ 6 സെക്കൻഡിനെ കുറിച്ചുള്ള ഒരു പോയിന്റും അല്ലെങ്കിൽ ഒരു ഡിസ്കഷനും നമ്മൾ ഇതുവരെ നടത്തിയില്ല. എന്തായിരുന്നു 6 സെക്കൻഡ് ഫാത്തിമ? ഡിന്ന് സി വരെ എത്താനുള്ള ടൈം ഈ കാണുന്ന പോർഷനിൽ അല്ലെങ്കിൽ ഇത്രയും പോർഷൻ ട്രാവൽ ചെയ്യാനുള്ള ടൈം നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ ടൈം 6 സെക്കൻഡ്സ് ആണ് അല്ലെ? അപ്പൊ ഈ കാണുന്ന പോർഷന്റെ, ശ്രദ്ധിച്ച് കേട്ടോ, ഈ കാണുന്ന പോർഷന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ആ ഡിസ്റ്റൻസും ടൈമും ഉപയോഗിച്ച് നമുക്ക് ഇവിടുത്തെ സ്പീഡ് കണ്ടുപിടിക്കും. സ്പീഡ് കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കാർ ഈസ് ട്രാവലിംഗ് ഇൻ എ യൂണിഫോം സ്പീഡ് അല്ലെ? അപ്പൊ ഈ പോർഷനിലെ സ്പീഡ് എന്താണോ അത് തന്നെയായിരിക്കും മുന്നോട്ടുള്ള സ്പീഡ്. അപ്പൊ ഇവിടെ കിട്ടുന്ന സ്പീഡ് തന്നെയാണ് ഇവിടെയും വരും. ഈ കാണുന്ന ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഈ സ്പീഡും ഈ ഡിസ്റ്റൻസും ഉപയോഗിച്ച് ഇവരുടെ ടൈമിലേക്ക് നമുക്ക് എത്താം. ഇതാണ് ആൻസറിലേക്ക് എത്താൻ. സോ നമ്മൾ ആദ്യം ഇപ്പുറത്ത് നമുക്ക് സി ഡി എന്ന് പറയുന്ന പോർഷന്റെ ടൈം 6 സെക്കൻഡ് ആണെന്നറിയാം. ആ ഡിസ്റ്റൻസ് കിട്ടിയാൽ ഡിസ്റ്റൻസ് ബൈ ടൈം വെച്ച് സ്പീഡ് വരും. ഈ സ്പീഡും ആദ്യത്തെ അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട, അൾട്ടിമേറ്റ്ലി കണ്ടുപിടിക്കേണ്ട എ സി എന്നുള്ള ഡിസ്റ്റൻസും വെച്ചിട്ട് ടൈമിലേക്ക് എത്താം. ഇങ്ങനെയാണ് നമ്മൾ ഈ ആൻസർ. അപ്പൊ അതിനുവേണ്ടി ഞാൻ ആദ്യം എ ബിനെ എക്സ് എന്ന് ചൂസ് ചെയ്തു. ഈ എ ബി എക്സ് ആണെങ്കിൽ എക്സിന്റെ ടേംസിൽ നമുക്ക് ട്രയാംഗിൾസിൽ നിന്നും എ ഡി കിട്ടും, എ സി കിട്ടും. എ ഡി ആൻഡ് എ സി വെച്ചിട്ട് സി ഡി കണ്ടുപിടിക്കാം, ഡിസ്റ്റൻസ്. അപ്പൊ ഡിസ്റ്റൻസ് ടൈം വെച്ച് അവിടുന്ന് സ്പീഡ് കിട്ടും. അത് വെച്ചിട്ട് സെക്കൻഡ് കേസിലേക്ക് കണക്ട് ചെയ്യുന്ന ആൻസറിലേക്ക് എത്താം. ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു, എക്സിന്റെ ടേംസിലാണ് നമുക്ക് ആദ്യം ആൻസർ വരുള്ളൂ. കാരണം വി ഡോണ്ട് നോ ദ എക്സാക്ട് മെഷർമെന്റ്. അപ്പൊ എക്സ് ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് ആദ്യം സ്പീഡ് ഒക്കെ കിട്ടുക. അത് വെച്ചിട്ട് നമുക്ക് ഫൈനലിലേക്ക് കണക്ട് ചെയ്യുന്നു. ട്രൈ ചെയ്ത് നോക്കി. ഇതൊരു ഹിന്റ് ആണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി. ട്രയാംഗിൾസ് ഒക്കെ കൃത്യമായിട്ട് ചൂസ് ചെയ്ത് ഒന്ന് ഓപ്റ്റ് ചെയ്തേ. പേരൊക്കെ കൊടുത്ത ട്രയാംഗിൾസ് ഒക്കെ ഓപ്റ്റ് ചെയ്ത് കൃത്യമായിട്ട്. ഏതാണ് ട്രയാംഗിൾ, ഏത് ട്രിഗ്നോമെട്രി ഉപയോഗിക്കണ്ടേ, നമുക്കൊന്ന് കൃത്യം ഉപയോഗിച്ച് വേഗം വിശാലെ പറഞ്ഞോടാ. സാർ ഞാൻ ചെയ്തപ്പോ സ്പീഡൊന്നും ഉപയോഗിച്ചില്ല. ഞാൻ നോക്കാം. നീ ബുക്ക് ഒന്ന് കാണിച്ച്, ഞാൻ ചെക്ക് ചെയ്തിരിക്കും. നോട്ടൊന്ന് കാണിച്ച് ഞാൻ നോക്കാം. അത് ട്രൈ ചെയ്തോട്ടോ, ടൈം കളയണ്ട. ട്രയാംഗിൾസ് കൃത്യമായിട്ട് ഓപ്റ്റ് ചെയ്യും. സാറേ 2 പേജ് ആയിട്ട് ഇങ്ങനെ കുഴപ്പമില്ല. പല മെത്തേഡ്സ് ഉണ്ട്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. ഈ പേജിൽ ഫിഗർ അല്ലടാ, ആൻസർ വന്നിരിക്കുന്ന ഒരു മിനിറ്റ് കാണിച്ചു. 960 എടുത്തു, 930 എടുത്തു. BC into √3 equal to BD into 1/√3. Okay, next page കാണിച്ച്.
BC is equal to CD 30. BC is half of CD. And I can travel BC. Okay. പ്രശ്നമില്ല. It's also okay. ഡിസ്റ്റൻസസ് സ്പീഡ് എന്നുള്ളതിലേക്ക് കൊണ്ടുപോകാതെ ഇവർ ലോജിക്കലി അതിനെ ആൻസർ ചെയ്തു. കുഴപ്പമൊന്നുമില്ല. ഞാനും സ്പീഡും ഡിസ്റ്റൻസും നടത്തില്ല. കുഴപ്പമില്ല നോക്കാം. ആസി നോട്ട് ഒന്ന് കാണിച്ച്. അതേഴ്സ് താങ്കൾ അത് വേഗം കംപ്ലീറ്റ് ചെയ്തേ. അതേഴ്സ് വിശാലിനെ മറ്റേ കോമഡി ക്ലാസ്സിൽ പറയാം കേട്ടോ. ആസിയ നോട്ട് അനക്കല്ലേ കാണാൻ എനിക്ക് ക്ലിയർ ആണ്. ഞാൻ നോക്കട്ടെ. ഓക്കെ കുഴപ്പമില്ല. മൂന്ന് മിനിറ്റ് വരെ മാക്സിമം. 3 more minutes. ഏത് ട്രയാങ്കിൾ ആദ്യം ഓപ്റ്റ് ചെയ്യുന്നു പറയുക ഡാമാൻ മോസിൻ? ABD ഏതെടുത്ത പറഞ്ഞു? ABD ഏതെടുത്ത? tan 30. ABD tan 30 അപ്ലൈ ചെയ്യുമ്പോൾ സൈഡ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരാൻ ആൽബിൻ? AB divided by AD. AB divided by AD. Tan 30 വാല്യൂ പായിച്ചാനു tan 30 1/√3 is equal to AB നമ്മൾ x എന്ന് എടുത്തിട്ടുണ്ട് divided by AD ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ AD equal to x√3 എന്ന് കിട്ടും. AD equal to x. അടുത്തത് നമ്മൾ ഏത് ട്രയാങ്കിൾ ചൂസ് ചെയ്യേണ്ട വരിക എന്ന് പറഞ്ഞേ. നെക്സ്റ്റ് ഏത് ട്രയാങ്കിൾ എടുക്കണം? അപ്സര. BCA. ട്രയാങ്കിൾ BCA. ഏത് ട്രിഗ്നോമെട്രി എടുക്കുക? tan 60. BCA tan 60 എടുക്കുമ്പോ ഖദീജ പറയാ എന്താണ് സൈഡ്സ് വരിക? BA by DA BCA എന്നുള്ള ട്രയാങ്കിൾ. BA divided by CA. tan 60 വാല്യൂ എത്രയായിരുന്നു? tan 60 മുഹമ്മദ് സലീം tan 60 tan 60 വാല്യൂ. ഈ ലൈവ് അല്ലാത്തവരോട് എനിക്ക് വിളിക്കുമ്പോൾ റെസ്പോൺസ് കിട്ടാത്തത്. നിങ്ങൾ ലൈവ് അല്ലെങ്കിൽ ഡിലേ വരും കേട്ടോ. അത് നടപടിയാവണ കേസല്ല. tan 60 1 tan 60 വാല്യൂ എത്രയാ ഫാത്തിമ ചെയ്യാൻ? √3 is equal to x divided by CA അല്ലെങ്കിൽ AC. C equal to x/√3 നമുക്ക് കിട്ടും. നമുക്ക് ആവശ്യമായ രണ്ട് ലെങ്ത്തുകൾ നിലവിൽ കിട്ടിയിട്ടുണ്ട്. Now using this length we can find the value of CD. എങ്ങനെ CD കിട്ടുക മുനീറ പറഞ്ഞേ? AD minus CA. AD minus AC അല്ലെങ്കിൽ AD minus AC CA. എത്രയായിട്ട് സിംപ്ലിഫൈ ചെയ്തപ്പോ മുനീറ? 2x/√3. 2x/√3. 2x/√3 തീർച്ചയായിട്ടും ക്രോസ് ചെയ്യുമ്പോൾ x√3 into √3 minus x divided by √3. 3x minus x by √3
2x by root 3. തൽക്കാലം ഡിനോമിനേറ്ററിലെ റൂട്ട് ഒന്നും കളയാൻ നിൽക്കണ്ട കേട്ടോ. CD എന്നുള്ള ഡിസ്റ്റൻസ് ഇപ്പൊ നമുക്ക് കിട്ടി. ഈ CD എന്നുള്ള ഡിസ്റ്റൻസ് 2x. നിങ്ങൾ ഇങ്ങനെ എഴുതരുത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ എഴുതുന്ന കേട്ടോ. ഡിസ്റ്റൻസ് കിട്ടി, ടൈം കിട്ടി. എന്താ സ്പീഡിന്റെ ഫോർമുല? ഈ രണ്ടുപേരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സ്പീഡിന്റെ ഫോർമുല ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ. സ്പീഡ് ഈസ് ഈക്വൽ ടു ഹരിപ്രിയ, സ്പീഡിന്റെ ഫോർമുല എന്താ? Distance divided by time. Distance by time ആണ്. Speed is equal to distance divided by time. Distance ഇപ്പൊ നമുക്കുള്ളത് 2x by root 3. Time നമ്മുടെ കയ്യിലുള്ളത് 6. ക്വസ്റ്റ്യനിലുള്ളതാണ്. 2x by root 3 into റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1 by 6 വരും. x by 3 root 3 എന്ന് വരും സ്പീഡ്. x by 3 root 3. മീറ്റർ പെർ സെക്കൻഡ് ഒക്കെ കൊടുക്കാൻ ഇല്ലാത്തവർക്കും കുഴപ്പമില്ല കേട്ടോ. സ്പീഡ് കിട്ടിയിട്ടുണ്ട്. നേരെ നമുക്ക് നെക്സ്റ്റ് കേസിലേക്ക് കണക്ട് ചെയ്യാം. AC-യിലേക്ക് കണക്ട് ചെയ്യുക. ടൈം കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. വേഗം കംപ്ലീറ്റ് ചെയ്തേ. 1 മിനിറ്റ് കൂടുതൽ ഇതിന് വേണ്ടി വരില്ല. Thirty seconds more to complete. നേരെ നമുക്ക് ഇതിനെ സെക്കൻഡ് കേസിലേക്ക് കണക്ട് ചെയ്താൽ ആൻസർ ആയിട്ടോ. അവിടെ നമുക്ക് കറക്റ്റ് സ്പീഡ് കിട്ടിയിട്ടുണ്ട്. ഡിസ്റ്റൻസ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളതാണ്. ടൈമിന്റെ ഇക്വേഷൻ എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ഇത്രയുള്ളൂ പണി. ടൈമിന്റെ എക്സ്പ്രഷൻ എന്താ വരിക? ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാ വരിക? സച്ചിൻ ബിജു, ടൈമിന്റെ ഇക്വേഷൻ എന്താ? Sir, speed into time. അല്ല, speed into distance. ഡിസ്റ്റൻസ് അല്ലേ? Speed into distance അല്ലേ? അല്ല, ടൈം സ്പീഡ് ഇൻടു ഡിസ്റ്റൻസ് അല്ല. ഫാരിസ് മുഹമ്മദ്, ടൈമിന്റെ എക്സ്പ്രഷൻ എന്താ വരിക? ഫാരിസ് മുഹമ്മദ്, ടൈമിന്റെ എക്സ്പ്രഷൻ ഒന്ന് പറഞ്ഞു മോനെ. അമാൻ മൂസിൻ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് എന്നാണ് വരും. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് നമ്മുടെ കയ്യിലുണ്ട്, സ്പീഡ് നമ്മുടെ കയ്യിലുണ്ട്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട്. ടൈം ഈസ് ഈക്വൽ ടു ഭയങ്കര ഡിലേ ആണ് നിന്റെ റെസ്പോൺസ് ഭയങ്കര ഡിലേ ആണ്. നെറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. നമ്മുടെ ഗിവൺ കേസില് ഡിസ്റ്റൻസ്, ഏത് ഡിസ്റ്റൻസ് നമ്മൾ ചൂസ് ചെയ്യേണ്ട ഇവിടെ ഫാത്തിമ റഫി? നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് ഏതാ? CA ആണ്. അതിന്റെ വാല്യൂ x by root 3. x by root 3. The whole divided by speed is x by 3 root. അപ്പൊ x by root 3 into 3 root 3 by x. ഇവിടെ നമുക്ക് ചില ക്യാൻസലേഷൻ പരിപാടിയൊക്കെ നടത്താം. എക്സും കട്ടാവും, റൂട്ട് 3 കട്ടാവും. And we will get the answer as 3 seconds. Time is equal to 3 seconds. No answer. Time equal to 3 seconds. Did you learn, everyone? Time equal 3 seconds. I know. Okay, then listen. ഒന്ന് ശ്രദ്ധിച്ചേ. ഇതില്ലേ നമ്മൾ സ്പീഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ആൻസറിലേക്ക് എത്തി. സ്പീഡ് ഉപയോഗിക്കാതെയും ഈ ആൻസറിലേക്ക് ഒരു വഴിയായിട്ട് പാസ് ചെയ്യുക. അതുപോലെ മിഷായൊക്കെ ചെയ്തൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിൽ ഇപ്പൊ നിങ്ങൾക്ക് എക്സ് ഒന്നും ചൂസ് ചെയ്യാൻ നിർബന്ധമില്ല. ചൂസ് ചെയ്താലും വലിയാലും തെറ്റില്ല. ഇനിയിപ്പോ ചൂസ് ചെയ്തില്ലെങ്കിലും നമുക്ക് അതിനുള്ളൊരു വഴിയാൻ പറ്റും കേട്ടോ. എക്സ് എടുത്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ വരെ നമ്മൾ ചെയ്യണം എന്തായാലും
സ്പീഡിന് മുമ്പുള്ള സ്റ്റെപ്പ് കൂടെ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ വരെ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കി നമുക്ക് കിട്ടിയിട്ടുള്ളത് CD എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയത് 2x/√3 എന്നാണ്. ശരിയല്ലേ? CD. അതുപോലെ തന്നെ ബാക്കിയുള്ള AC എന്ന് പറയുന്ന ഡിസ്റ്റൻസ് x/√3 ആണ്. കറക്റ്റ് അല്ലേ? അപ്പൊ നമ്മൾ കണക്ട് ചെയ്യും വേണ്ടല്ലോ. ഈ CD എന്ന് പറയുന്ന ലെങ്ത്തും AC എന്ന് പറയുന്ന ലെങ്ത്തും നിങ്ങൾ നോക്കി. AC x/√3, CD 2x/√3. എന്താണ് AC-യും CD-യും തമ്മിലുള്ള കണക്ഷൻ? AC-യും CD-യും തമ്മിൽ ഈസ് ദർ എനി കണക്ഷൻ? നമ്മൾ നോക്കുന്നത് ഒരാൾ x/√3, മറ്റൊരാൾ 2x/√3. എന്താണ് ഇവർ രണ്ടുപേരും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക? ഐഷ സുഹാന, എനി കണക്ഷൻ പറ്റിയിരുന്നോ? AC plus DC. AC plus DC നമുക്ക് മൊത്തം AD കിട്ടും. അത് ഓക്കെ. ഞാൻ ചോദിച്ചാൽ ഈ രണ്ടുപേരും ലെങ്ത് തമ്മിൽ ഒരെണ്ണം x/√3, മറ്റേ 2x/√3 കിട്ടുന്നില്ല. സച്ചിൻ, സാർ അതിന്റെ ഹാഫ് അല്ലേ? ഒരാളുടെ ഹാഫ് ആണ് മറ്റവൻ, അല്ലെങ്കിൽ ഇപ്പുറത്തെ ആളുടെ ഡബിൾ ആണ് മറ്റവൻ, അല്ലെ? ഈ വാല്യൂ x/√3, ഇവന് നമുക്ക് 2 × x/√3 അല്ലേ? അല്ലെ? അപ്പൊ AC എന്ന ഡിസ്റ്റൻസിന്റെ ഡബിൾ ആണ് ആര്? CD. റൈറ്റ്? ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ CD ഈസ് ഡബിൾ ദാറ്റ് ഓഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ AC. അപ്പൊ AC-യിൽ കവർ ചെയ്യേണ്ടതിന്റെ ഡബിൾ എവിടെ കവർ ചെയ്തു? CD-യിൽ കവർ ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ നോക്കി? ഡിസ്റ്റൻസ് ഓഫ് AC, sorry, distance of CD is double the distance of AC. അല്ലെ? ഡിസ്റ്റൻസ് ഡബിൾ ആണ്. ഡിസ്റ്റൻസ് ഡബിൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി യൂണിഫോം സ്പീഡ് ആയതുകൊണ്ട് ഇതിന് ടൈം എങ്ങനെയായിരിക്കും? ഡബിൾ ആയിരിക്കും, അല്ലെ? കാരണം സ്പീഡ് യൂണിഫോം എന്നല്ല പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പറയാം ടൈം ടേക്കൺ ഫോർ CD എന്ന് പറയുന്നത് ഡബിൾ ഓഫ് ടൈം ടേക്കൺ ഫോർ AC. ടൈം ടേക്കൺ ഫോർ CD ക്വസ്റ്റ്യനിൽ 6 സെക്കൻഡ് തന്നിട്ടുണ്ട്. ഡബിൾ ഓഫ് ടൈം ടേക്കൺ ഫോർ AC എന്ന് കിട്ടും. പുറത്തേക്ക് മാറ്റുമ്പോൾ 3 സെക്കൻഡ്. അപ്പൊ അങ്ങനെ ഡിസ്റ്റൻസ് ഡബിൾ ആണ് എന്നുള്ള ഐഡിയ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അവിടെ X ഒന്നും എടുത്തില്ല, അവർക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്ക് AB AC CD എന്നുള്ള പേരൊക്കെ വെച്ചിട്ടും ചെയ്യാം. ഇങ്ങനത്തെ ഒരു ലോജിക്കൽ ആസ്പെക്റ്റിലും ആ ക്വസ്റ്റ്യൻ ചെയ്യാം. ദർ ഇസ് നോ മിസ്റ്റേക്ക്, ദർ ഇസ് നോ എറർ. ദാറ്റ് മെത്തേഡ് ഈസ് ഓൾസോ കറക്റ്റ്. അതും സംഭവം കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ സ്പീഡിന്റെ ഏരിയയിലേക്കൊന്നും പോവാതെ നമുക്ക് ചെയ്യാം. എനിവേ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു കേസിൽ നമ്മൾ സ്പീഡ് എടുത്ത് ടൈം നേരെ മാത്തമാറ്റിക്കലി അല്ലെങ്കിൽ എന്റെ ഫോമുല വെച്ച് കണ്ടുപിടിച്ചു. അത് ലോജിക്കലി കണക്ട് ചെയ്തു. രണ്ട് മെത്തേഡും കറക്റ്റ് ആണ് കേട്ടോ. both cases are mathematically correct. എന്തെങ്കിലും വേഗം ചോദിച്ചു 30 seconds maximum to complete. ഇതിന് ഇത്രയും ഈ റൂട്ട് 3 ഒന്നും കൊണ്ടുപോകാതെ സിമ്പിൾ ആക്കി ചെയ്യാനും വഴികളുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പുതിയ പുതിയ മെത്തേഡ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ മെത്തേഡ് നമുക്കൊരു ലോജിക്കില്ല. നമ്മൾ കുറെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ പ്രാക്ടീസിന് നമുക്ക് തന്നെ തിരിഞ്ഞു വരേണ്ടതാണ്. ഓരോ ക്വസ്റ്റ്യൻ ഞാൻ പുതിയ 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 മെത്തേഡിലൂടെ ചെയ്യിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരു കോമൺ മെത്തേഡ് ഉണ്ട്. ഓൾസോ നിങ്ങൾക്ക് ബൈ പ്രാക്ടീസ് എന്ത് ചെയ്യാൻ പറ്റും? കുറെ മെത്തേഡ്സ് ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ ട്രൈ ചെയ്യണം, നിങ്ങൾ ഒറ്റയ്ക്ക് ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് നമ്മുടേതായ ചില മെത്തേഡ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമുക്കുള്ളത് 30 ഡിഗ്രി. ഞാൻ മോളിൽ നോർമൽ ലൈനസ് ആയിട്ട് വരച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടെ 120 ഡിഗ്രി ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ഫിഗറിന് പേരുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഇപ്പോ നിങ്ങൾ ഈ കാണുന്ന ആള് എക്സ് എന്ന് എടുത്താൽ ഐസോസിലസ് വെച്ചിട്ട് ഇവിടെ എക്സ് അല്ലേ? ശരിയല്ലേ? ഐസോസിലസ് അല്ലേ? 30 ഇവിടെ 30 ആണ്, 120. അപ്പൊ ട്രയാങ്കിൾ, ആ ചെറിയ ട്രയാങ്കിൾ BDC ഐസോസിലസ് ആയതുകൊണ്ട് എക്സ് എക്സ് എന്നുള്ള വാല്യൂസ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയാം? നേരെ ട്രയാങ്കിൾ BCAയില് cos 60 എടുത്താൽ adjacent divided by hypotenuse.
1/2 is equal to AC divided by BC യുടെ വാല്യൂ x. ക്രോസ് ചെയ്യുമ്പോൾ x/2 equal to AC. കണ്ടോ? AC equal to x/2. അപ്പൊ നോക്കി, CD എന്ന് പറഞ്ഞത് x, AC എന്ന് പറഞ്ഞത് x/2. അപ്പൊ CD എന്ന ഡിസ്റ്റൻസിന് നേരെ പകുതിയാണ് AC എന്ന ഡിസ്റ്റൻസ്. കുറെ കൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഐഡിയ കണക്ട് ചെയ്യാം. CD നേരെ പകുതിയാണ് AC. അപ്പൊ CD ട്രാവൽ എടുക്കുന്ന ടൈമിന് നേരെ പകുതിയാണ് AC. CD ട്രാവൽ എടുക്കുന്നത് 6 സെക്കൻഡ്സ് ആണ്. അപ്പൊ എടുക്കുന്ന ടൈം 3 സെക്കൻഡ്സ്. ഇതൊക്കെ ക്വസ്റ്റ്യന്റെ ഡിഫറെന്റ് ഡയമെൻഷൻസ് ആണ്. നമ്മൾ പഠിച്ച ആ ഒരു ലോജിക്ക് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ് ആ ഒരു പാറ്റേണിൽ കറക്റ്റ്. പക്ഷെ ഈ മെത്തേഡ് മാത്തമാറ്റിക്കലി കറക്റ്റ് ആണ്. ഇങ്ങനെ ഏതായാലും എക്സാമിന് മാർക്ക് കിട്ടും. പക്ഷെ ഈ മെത്തേഡ് നിങ്ങളുടെ മുമ്പിലേക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇത് അവിടെ നിന്ന് ഇങ്ങനെ ഒരു സാധനം വന്നത്, ഇതെന്താ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്തേ, ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അത് പുതിയ മെത്തേഡായിട്ട് ഫീൽ ചെയ്യും. ദാറ്റ്സ് വൈ ഐ എം നോട്ട് ഇമ്പോസിംഗ് ദാറ്റ്. അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, എനിവേ പോട്ടെ, ഞാൻ പറയുന്നുള്ളൂ. അപ്പോ മാക്സിമം ക്വസ്റ്റ്യൻ നമ്മളുടെ ഓൺ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നതാണ് കാര്യങ്ങൾ പഠിക്കാൻ ഏറ്റവും നല്ലത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പെട്ടുപോയി, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നമുക്ക് കിട്ടിയില്ല. പക്ഷേ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് സ്റ്റെപ്പ് നമുക്ക് വേറെ ഉപകാരപ്പെടും. നമ്മൾ പുതിയ 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 മെത്തേഡ്സ് ട്രൈ ചെയ്യണം എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഗ്യാപ്പ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ സ്പീഡായി ചെയ്ത് പോകുന്നവര് ഷുഡ് ട്രൈ വിത്ത് ഡിഫറെന്റ് മെത്തേഡ്സ്. ഓക്കെ, എനിവേ ക്വസ്റ്റ്യൻ നമ്പർ 16 നമ്മൾ ചെയ്യുന്നില്ല. കാരണം അത് ട്രിഗ്നോമെട്രിയിലെ കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് പറഞ്ഞ ഡിലീറ്റഡ് പോർഷന് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെ ആ ടോപ്പിക് അറിയാൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായ വിശാല കിട്ടാൻ തന്നെയാണ്. അതാണ് പ്രശ്നം. കോംപ്ലിമെന്ററി ആംഗിളിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന്റെ ആൻസർ കിട്ടുകയുള്ളൂ. അത് നമ്മൾ ഡിലീറ്റഡിൽ പെട്ടതാണ്, നമുക്ക് പഠിക്കാനില്ലാത്തതാണ് ഇക്കൊല്ലത്തെ സിലബസിൽ. സോ വി കനോട്ട് സിംപ്ലിഫൈ ദാറ്റ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് നമ്മൾ ആ ക്വസ്റ്റ്യനെ പുറത്ത് പോകുന്നില്ല, സ്കിപ്പ് ചെയ്യുന്നു. ഓക്കെ, നൗ പെട്ടെന്ന് നമ്മുടെ ക്ലിനോമീറ്റർ ഒന്ന് കിട്ടി. വേഗം വേഗം വേഗം. ഇന്നലെ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. വേഗം എവരിവൺ. തൽക്കാലം ടെക്സ്റ്റ് നോട്ടൊക്കെ സൈഡിലേക്ക് വെച്ചോട്ടോ. തൽക്കാലം എല്ലാവരും കാണിച്ച് ഫിഗറിലേക്ക്, സോറി ക്യാമറയിലേക്ക് കാണിച്ച്. മുഫീദ തിരിച്ചു പിടിക്കും. അതായത് ആ ത്രെഡിന്റെ എൻഡും പ്രൊട്രാക്ടറിന്റെ പോർഷനിൽ വരട്ടെ. ത്രെഡും അങ്ങനെ അതെ. നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇങ്ങനെ തന്നെ കിടക്കണം കേട്ടോ. നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിയുമ്പോൾ നമ്മളുടെ സ്ട്രോ മുകളിൽ വരും. ഇങ്ങനെ വന്നു സ്ട്രോ. ഇവിടെ നമ്മുടെ പ്രൊട്രാക്ടർ ത്രെഡ് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ വേണം നിങ്ങൾ ഹോൾഡ് ചെയ്യുക. പ്രൊട്രാക്ടറിന്റെ അങ്ങോട്ട് വേണം ത്രെഡ് കട്ട്. വീഡിയോ ഓഫ് ചെയ്യരുത്, ക്ലിനോമീറ്റർ ടേബിളിൽ വെക്കരുത്, ക്യാമറയുടെ നേരെ തന്നെ പിടിക്കുക. ഫാത്തിമ പർവീൻ തിരിച്ചു പിടിക്കുക, തിരിച്ച് നേരെ തിരിച്ചു. അങ്ങനെ പിടിക്കാതെ വരുന്നത്. ഖദീജയുടെ വീഡിയോ എവിടെ? ഖദീജ സിയ. ശരി ഖദീജോട്ടോ, ഞാൻ പറയാം. ഇനി ഇവിടെ നമ്മള് ടേബിളിൽ വെക്കല്ലേ, അത് കയ്യിലിരിക്കുന്ന സാധനം ടേബിളിൽ വെക്കല്ലേ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണി, ഈ ക്ലിനോമീറ്ററിനെ ഇതെങ്ങനെ നേരെ പിടിക്കും. നോർമൽ സാധാരണ നമ്മളിപ്പോ ഇരിക്കുമ്പോ പിടിക്കുന്ന പോലെ നേരെ ഹോൾഡ് ചെയ്യുക. ചുമ്മാ നിങ്ങൾ ആ സ്ക്രോയിലൂടെ നോക്കുക. ഈ ത്രെഡ് പ്രൊട്രാക്ടറിലെ ചെരിച്ച് പിടിക്കരുത്, നേരെ പിടിക്കണം കേട്ടോ. ത്രെഡ് പ്രൊട്രാക്ടറിലെ ഏത് ആംഗിളിലാണ് കിടക്കുന്നത്? ത്രെഡ് പ്രൊട്രാക്ടറിലെ ഏത് ആംഗിളിലൂടെയാണ് ഇപ്പൊ പാസ് ചെയ്തിട്ടുള്ളത്? ചുമ്മാ നേരെ പിടിക്കുക. നോർമലായിട്ട് നേരെ ഹോൾഡ് ചെയ്യുക. പിടിച്ചോ? മനസ്സിലായി? നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഇങ്ങനെ പിടി. ഫസൽ ഇവിടെ നോക്ക്. ഫസൽ ഇങ്ങനെ പിടിക്കടാ. ഇങ്ങനെ നമ്മൾ മുഖത്തേക്ക് നോക്കിയിട്ട് കാര്യമില്ല, ഇങ്ങനെ പിടിക്കുക. ലൈക്ക് ദിസ്. സ്ട്രോ കണ്ണിന്റെ നേരെ വന്നു. സ്ട്രോ കണ്ണ് നമ്മൾ ബൈനോക്കുലറിലൂടെ നോക്കുന്നത് പോലെ സ്ട്രോ കണ്ണ് നേരെ വന്നു. ഇങ്ങനെയല്ല.
ഫസലെ ഇങ്ങനെ ലൈക്ക് ദിസ്, നൂലിങ്ങനെ താഴേക്ക്. തിരിച്ചു പിടിക്കടാ ഫസലെ, തിരിച്ചു പിടി. നേരെ തിരിച്ച് നീ, നേരെ തിരിച്ച്. ടോപ്പ് താഴെ പറ്റേ. ആ അങ്ങനെ പിടി. ഇനി ആ സ്ട്രോയുടെ ഉള്ളിൽ കൂടെ നോക്കിക്കേ, ഇപ്പുറത്തേക്ക് തിരിക്കുക. അപ്പോഴേ കണ്ണിന്റെ അവിടെ സ്ട്രോ വരുള്ളൂ. കണ്ണിന്റെ അവിടെ സ്ട്രോ ഉണ്ട്. വീണ്ടും തല തിരിച്ചു. അത് ഇപ്പുറത്തേക്ക് പിടിക്കടാ. ഇപ്പുറത്തിന്റെ കണ്ണിന്റെ അവിടെ ഇല്ലല്ലോ. അത് തന്നെ. അങ്ങനെ പിടിച്ചിട്ട് എവിടെയാണ് ഈ പറഞ്ഞ നൂല് കിടക്കുന്നത്, ത്രെഡ് കിടക്കുന്നത്, നേരെ പിടിക്കുമ്പോ നോക്കിയെല്ലാവരും. പൈസാനു മോനെ എവിടെയാ ത്രെഡ് കിടക്കുന്നേ? പൈസാനു ഏത് ആംഗിളിലാണ് ത്രെഡ്? 90 ഡിഗ്രി. ആർക്കെങ്കിലും 90 അല്ലാതെ ഉണ്ടോ? ആർക്കെങ്കിലും ഇനി വൺ ആ ത്രെഡ് ഇങ്ങനെ കറക്റ്റ് 90 ഡിഗ്രിയുടെ അല്ലാതെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ചേർന്ന് വല്ലതും കിടക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഇനി വൺ. ഓക്കെ റൈറ്റ്. ഇനി അപ്പുറം ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ പറഞ്ഞ കേട്ടിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ശ്രദ്ധിച്ചു. നിങ്ങൾ ചെയ്യേണ്ട പണി ഇത്രേ ഉള്ളൂ. കംപ്ലീറ്റ് കേട്ടിട്ടാണ് ചെയ്യാവുള്ളൂ കേട്ടോ. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. കംപ്ലീറ്റ് ഞാൻ പറയട്ടെ. എഴുന്നേറ്റ് നിൽക്കണം. ഈ ക്ലിനോമീറ്റർ നിങ്ങളുടെ കയ്യിൽ ഹോൾഡ് ചെയ്യണം. നിങ്ങളുടെ റൂമിന്റെ കോർണർ പോയിന്റ്, അതായത് ഫ്ലോറിന്റെ നമ്മുടെ റൂഫിന്റെ കോർണർ ഉണ്ടല്ലോ, റൂഫിന്റെ കോർണർ മനസ്സിലായില്ലേ? റൂഫിന്റെ കോർണർ പോയിന്റിലേക്ക് ഈ ക്ലിനോമീറ്ററോട് നോക്കണം. നേരെ നോക്കിയാൽ എന്തായാലും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇങ്ങോട്ട് ഇങ്ങനെ ചെരിക്കണം. പിന്നെ മുകളിലേക്ക് ചെരിച്ച് നോക്കുമ്പോഴാണ് സ്ട്രോയുടെ ഹോളിലൂടെ നമുക്ക് ഏറ്റവും കോർണർ പോയിന്റ് കാണാൻ പറ്റും. ഓക്കെ, ഇനി ശ്രദ്ധിച്ച് കേട്ടോ, ഞാൻ പറയട്ടെ. അങ്ങനെ നമ്മൾ ക്ലിനോമീറ്റർ ഇങ്ങനെ ചെരിച്ച് പിടിച്ചു. കറക്റ്റ് കോർണർ കണ്ടു കഴിയുമ്പോൾ ഈ ക്ലിനോമീറ്റർ ഇരിക്കുന്ന കൈ ഇനി അനങ്ങാൻ പാടില്ല. അതേ ചെരിവ് അങ്ങനെ തന്നെ നിൽക്കണം. ആ ബോർഡിലെ ചെരിവ് അങ്ങനെ തന്നെ നിൽക്കണം. നിങ്ങൾ ജസ്റ്റ് തല ഇങ്ങനെ മാറ്റി നോക്കുക. ത്രെഡ് ഇപ്പോൾ ഏത് ആംഗിളിലാണ്? നിലവിൽ കിടക്കുന്നത് നേരെ പിടിച്ചപ്പോൾ 90യിലാണ്. മുകളിലേക്ക് ചെരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ത്രെഡ് ഇങ്ങനെ ചെരിഞ്ഞ് വരും. എഴുന്നേറ്റ് നോക്കണം. ഞാൻ പറയാം, തിരക്ക് പിടിക്കില്ലേ. എന്താ ധൃതി. അപ്പൊ കൃത്യമായി എഴുന്നേറ്റ് നോക്കുക. കറക്റ്റ് നമുക്ക് കോർണർ കാണണം. കണ്ടു കഴിയുമ്പോൾ ജസ്റ്റ് തല ഇങ്ങനെ ചെരിക്കുക. ഇത് പിന്നെ ചെരിയരുത്, തല പുറത്തേക്ക് മാറ്റുക. ത്രെഡ് ഏത് ആംഗിളിലാണ്? റെഡിയോ? വേഗം നോക്കിപ്പോ എല്ലാവരും. ഹെഡ്സെറ്റ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തോ കേട്ടോ. 1 മിനിറ്റ് മാക്സിമം. കൃത്യം എടുക്കണേ, കൃത്യം ആംഗിൾ എടുക്കണേ. ആലിയ പറഞ്ഞോ. സാർ ഈ സംഭവം എങ്ങനെയാ പിടിക്കണ്ടേ? ആലിയ അതൊന്ന് കയ്യിലെടുത്ത് ഞാൻ നോക്കട്ടെ. കിലോമീറ്റർ ആദ്യം കയ്യിൽ പിടിക്കും. തിരിച്ച് നേരെ തിരിക്കും. അത് തന്നെ. ഇപ്പോ ഇതിൽ എനിക്ക് വീഡിയോക്ക് എനിക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല. പ്രൊട്രാക്ടറിന്റെ പോർഷനിലല്ലേ ഇപ്പൊ ഇത് കിടക്കുന്നേ, ത്രെഡ് കിടക്കുന്നേ? അതെ. ഓക്കെ. ഇനി നേരെ പിടിക്കുക. കണ്ണിന് നേരെ സ്ട്രോക്ക്. വീഡിയോ കണ്ണിന് നേരെ സ്ട്രോക്ക്. അത് തന്നെ. എത്ര ഉള്ളു പരിപാടി. എന്റെ എഴുന്നേറ്റ് വെക്കുക. നേരെ റൂഫിന്റെ കോർണർ നോക്കുക. ഏത് ആംഗിളിലാണ് ത്രെഡ് കിടക്കുന്നത് ഒബ്സർവ് ചെയ്യുക. ഇത്ര ഉള്ളു. പെട്ടെന്നായിരുന്നു. 30 സെക്കൻഡ്സ് കേട്ടോ. അത് 30 സെക്കൻഡ്സോടെ എവിടെ കിടന്നെന്ന് ഓർമ്മ വേണേ. ആ ലൈൻ എവിടെയാണ് വന്നതെന്നുള്ള ഓർമ്മ വേണം. സ്പീഡാവണം. കഴിയാത്തവര് സ്പീഡാവണം. ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ റൈറ്റ്. ഈ ടൈം മതി. എവിടെ വീഡിയോസ് ഒക്കെ ചെയ്ത് എല്ലാവരും പെട്ടെന്ന്. റൈറ്റ്. ഈ നമ്മള്
റൂമിന്റെ കോർണർ പോയിന്റിലേക്ക് നോക്കിയപ്പോ ആഷിക്ക് എവിടെയാ നമ്മുടെ ത്രെഡ് വന്നേ? 70 degree. 70 ഡിഗ്രി. ഓക്കെ, ഫാത്തിമ റഫീഖിന് ഏത് വാല്യൂല വന്നേ? 60യുടെയും 70യുടെ ഇടയില. 60 70 in between. ശരി, 65 ഒക്കെ കിടക്കട്ടെ. Then ഫാത്തിമ പറയുനോ? എനിക്ക് 60 70 ഇൻ ബിറ്റ്വീൻ ആണ്. ശരി, മരിയ 70. മിൻഹ 140. 140. കുഴപ്പമില്ല. ഓക്കെ, 140. ആശിഷിനോടാ? 70. 70. അർഫാസിന് എത്ര അവനെ വാല്യൂ വന്നേ? 65. കേട്ടോട്ടോ. ഇവിടെ നമ്മൾ ആദ്യം ഈ എക്വിപ്മെന്റിനെ നേരെ പിടിച്ചു നോക്കി, അപ്പൊ ത്രെഡ് ഒരു പൊസിഷനിൽ കിടപ്പുണ്ടായി. ശരിയല്ലേ? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളിങ്ങനെ മുകളിലേക്ക് നോക്കി, അപ്പോ ത്രെഡ് വേറൊരു പൊസിഷനിലായി. നിങ്ങൾ ചുമ്മാ ക്ലീനോട്ട് കഴുത്ത് ചുമ്മാ താഴേക്ക് പിടിച്ചു നോക്കി, ചുമ്മാ താഴേക്ക് തിരിച്ചു നോക്കി, അപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ത്രെഡ് വേറെ ഏതെങ്കിലും ഒരു ആംഗിളിൽ. താഴേക്ക് എന്ന് പറഞ്ഞാൽ കമത്തി പിടിക്കാനല്ല കേട്ടോ. ഈ ആളെ ഇപ്പൊ നമ്മൾ മുകളിലെ ഒബ്ജക്റ്റ് കാണാൻ വേണ്ടി ഇങ്ങനെ നോക്കിയില്ലേ, താഴത്ത് കാണണമെങ്കിൽ താഴേക്ക് നോക്കേണ്ടി വരും. അതാണ് താഴേക്ക് ഉദ്ദേശിച്ചത്. താഴേക്ക് ചരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ത്രെഡ് എന്ത് ചെയ്യും, ചുമ്മാ ചരിച്ചാൽ മതി. താഴേക്ക് നമ്മുടെ സ്ട്രോയിലൂടെ നോക്കണ്ട, ചുമ്മാ കയ്യിൽ വെച്ചിട്ട് താഴേക്ക് ഇങ്ങനെ ചരിക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ത്രെഡ് എന്ത് ചെയ്യും, വേറെ ഏതെങ്കിലും ആംഗിൾ 120 130 140 ആയിരിക്കും വരും. അല്ലെ? നമ്മൾ എത്രത്തോളം താഴേക്ക് നോക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ആംഗിൾ മാറിക്കൊണ്ടിരിക്കും. എത്രത്തോളം മുകളിലേക്ക് നോക്കുന്ന വെച്ചാൽ ആംഗിൾ വീണ്ടും മുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കും. റൈറ്റ്? ശരി, ഇനി കേട്ടോ, എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഡിവൈസിന്റെ പ്രാക്ടിക്കൽ യൂസ്, നമ്മൾ ചെയ്ത പണി എങ്ങനെയാണ് പ്രാക്ടിക്കൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക? അപ്പൊ നമുക്ക് നിലവിൽ നമ്മൾ ചെയ്തതനുസരിച്ച് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ കേട്ടോ. നമുക്കൊരു പ്രൊട്രാക്ടറിൽ, ലിസൺ കെയർഫുള്ളി, ഞാൻ ഇതിലൊന്ന് ചരിച്ചോട്ടെ. നമ്മളുടെ ഇതില് 90 ഡിഗ്രിയിലായിരുന്നു റൈറ്റ് നൗ നമ്മളുടെ ത്രെഡ് കിടന്നത്. ഏറ്റവും ആദ്യം നമ്മൾ ഇനീഷ്യലി പ്രോസസ് തുടങ്ങിയപ്പോ 90 കിടന്ന ത്രെഡാണ്. നോക്കിക്കോട്ടോ, 1 സെക്കൻഡ്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ ഇങ്ങനെ കൃത്യം 90 കിടന്ന ത്രെഡാണ്. ഇതുണ്ടോ? ഇതായിരുന്നു തുടക്കത്തിൽ നമ്മൾ ഈ ആക്ടിവിറ്റി തുടങ്ങിയപ്പോൾ നമ്മൾ നോക്കാൻ പറഞ്ഞപ്പോൾ ത്രെഡിന്റെ പൊസിഷൻ. കറക്റ്റ് അല്ലേ? ഇപ്പോ നിങ്ങൾ റൂഫിന്റെ കോർണർ പോയിന്റിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ അത് ഇവിടെ നിന്ന് ഏതോ ഒരു ലൈനിലേക്ക്, ചിലർക്ക് 140 ആണ്, ചിലർക്ക് 130 ആണ്, ചിലർക്ക് 120 ആണ്, അങ്ങനെ പല വാല്യൂസിലേക്ക് വന്നിട്ടുണ്ട്. ലൈക്ക് ദിസ്. സപ്പോസ് ഞാൻ 140 പറഞ്ഞിട്ട് സപ്പോസ് ചെയ്യാം കേട്ടോ. എങ്ങനെ വന്നിട്ടുണ്ട്? ഓക്കെ, ഇനി ഞാൻ ഇത് രണ്ടും കൂടി, ഈ രണ്ട് കേസ്, അതായത് 90 വന്ന കേസും 140 വന്ന കേസും ഒരൊറ്റ സിംഗിൾ ഫിഗറിലേക്ക് ഞാൻ മെർജ് ചെയ്യണം. നോക്കിക്കോ, രണ്ട് കേസും ഒറ്റ ഫിഗറിലേക്ക് മാറ്റാം കേട്ടോ. ഇവിടെ ഇപ്പറയുണ്ട്, നോക്കിക്കോ. അപ്പൊ ആദ്യം നമുക്ക് അവനെ കിട്ടിയത് എങ്ങനെ, രണ്ടാമത് നമ്മൾ നോക്കിയപ്പോ നമുക്ക് കിട്ടിയത് എങ്ങനെ, 140. കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ഒബ്സർവേഷനിൽ നമ്മൾ ഈ ഒബ്സർവേഷൻ നടത്തിയപ്പോ എത്ര ഡിഗ്രി ആയിരിക്കും നമ്മൾ മുകളിലേക്ക് നോക്കിയിട്ടുണ്ടാവുക? എത്ര ഡിഗ്രി ആയിരിക്കും നമ്മൾ മുകളിലേക്ക് നോക്കിയിട്ടുണ്ടാവുക? എന്റെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ആദ്യം നോക്കിയ ലൈൻ ഞാൻ താഴേക്ക് കാണിച്ചിട്ടുണ്ട്. ആദ്യം എന്ന് പറയുമ്പോൾ നോർമൽ സ്ട്രേറ്റ് നമ്മൾ നോക്കിയത്, പിന്നെ നമ്മൾ മുകളിലേക്ക് നോക്കിയതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം 90 ഒരെണ്ണം 140 എത്ര ഡിഗ്രി ആയിരിക്കും നമ്മൾ നോക്കിയിട്ടുണ്ടാവുക? സഫീലെ, എത്ര ഡിഗ്രി ആയിരിക്കും? 70. എത്രയായിരിക്കും നമ്മളുടെ മുഹമ്മദ് സലീം? സലീം ക്ലാസ്സിൽ ലൈവ് അല്ല കേട്ടോ മോനെ, സലീം ക്ലാസ്സിൽ ലൈവ് അല്ല. അമാൻ മോസിന് എത്ര ഡിഗ്രി ആയിരിക്കും? എനിക്ക് 120. അതല്ല ഞാൻ ചോദിച്ചത്. ഈ കേസിൽ ഇപ്പൊ ബോർഡിൽ ഞാൻ ചെയ്തിരിക്കുന്ന കേസിൽ നമ്മൾ എത്ര ഡിഗ്രി ആയിരിക്കും മുകളിലേക്ക് നോക്കിയിട്ടുണ്ടാവുക? 90 കിടന്നാൽ ഇപ്പൊ 140 കിടക്കുന്നത്. എത്രയാണ്? 50 ഡിഗ്രി ആണെന്ന് തോന്നുന്നു. ഓക്കെ, മിഷാൽ ഖാൻ എത്രയായിരിക്കും? 50 ഡിഗ്രി. 50 ഡിഗ്രി. ആസിയ 50 ഡിഗ്രി. ആൽബിൻ 50 ഡിഗ്രി. സഫീലിന് 70 തോന്നാൻ കാരണം
സഫീലെ കണക്ക് തെറ്റിപ്പോയതാ. കണക്കൂട്ട് തെറ്റിപ്പോയതാ. കണക്കൂട്ട് തെറ്റിയ ഭയങ്കര പ്രശ്നമാണോ. ഇനി ഒന്ന് കണക്കൂട്ട് ശരിയാക്കിട്ടൊന്ന് പറഞ്ഞേ. 50 ഡിഗ്രി കറക്റ്റ് ആണ്, നോ ഡൗട്ട്. ഇവിടെ വരുന്ന ആംഗിൾ 50 ഡിഗ്രിയാണ്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കാണുന്ന ആള് ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് നമ്മളുടെ നോർമൽ ലൈൻ ഓഫ് സൈറ്റ്, ശരിയല്ലേ? ഈ 90 കിടന്നത് പറഞ്ഞ നോർമൽ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നോർമൽ താഴേക്കല്ലെന്നല്ല ഞാൻ ചോദിച്ചത്, 90 ഡിഗ്രിയിൽ കിടന്നല്ലേ നമ്മൾ നോർമൽ നോക്കി. ഓക്കെ, ഇതായിരുന്നു നമ്മൾ മുകളിലേക്ക് നോക്കി. ഇതാണ് നമ്മുടെ ന്യൂ ലൈൻ ഓഫ് സൈറ്റ്. നോർമൽ ലൈൻ ഓഫ് സൈറ്റിന് പുതിയ ലൈൻ ഓഫ് സൈറ്റിൽ നിന്നുള്ള മുകളിലേക്ക് നോക്കുന്ന ആംഗിളിനെ നമ്മൾ എന്ത് പേര് വിളിക്കുക ഫാത്തിമ പർവീൻ? Angle of elevation. Angle of elevation. അപ്പോ by using a clinometer we can find out the angle of elevation. ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. കിലോമീറ്റർ കൈ പിടിക്കുക, കൃത്യമായിട്ട് നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് നോക്കുക, ത്രൂ ദാറ്റ് ഹോൾ ഏത് വാല്യൂവിലാണ് ത്രെഡ് കിടക്കുന്നത് നോക്കുക, ആ വാല്യൂ നോട്ട് ചെയ്യുക. ജസ്റ്റ് സബ്ട്രാക്ട് ദാറ്റ് വാല്യൂ ഫ്രം 90 വാല്യൂ സബ്ട്രാക്ട് ചെയ്താൽ മതി. 140 ആണോ 140 മൈനസ് 9, 120 ആണോ 120 മൈനസ് 9, 170 ആണോ 170 മൈനസ് 9, അത്രയും ചെയ്താൽ മതി. ഇപ്പൊ 90 ഒക്കെ താഴെയുള്ള വാല്യൂ ആണെങ്കിൽ തിരിച്ച് സബ്ട്രാക്ട് ചെയ്യാം കേട്ടോ. ഒരാൾക്ക് കിട്ടിയത് ഈ ലൈൻ കിടക്കുന്ന ഒരു 30 ഡിഗ്രിയിൽ വന്നിരിക്കട്ടെ, അപ്പൊ 90 മൈനസ് 30 ചെയ്യും, കാരണം ആംഗിൾ നെഗറ്റീവ് ആണല്ലോ. ഇറ്റ്സ് ഡിഫറൻസ് എടുക്കുക, അത്ര മാത്രം. അങ്ങനെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ കിട്ടും. Now, once the angle of elevation is calculated by using a clinometer, we will draw the rough figure. നമ്മൾ നേരെ ഫിഗർ ഇതുവരെ അതേ പണി. അപ്പൊ ഗ്രൗണ്ട് ശ്രദ്ധിച്ചു കേട്ടോ. അതെങ്ങനെ ഗ്രൗണ്ടിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒബ്ജക്ട് എവിടെയെങ്കിലും നിൽക്കുന്നു. ഇനി ഇവിടെ എവിടെയോ നിന്നിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നേ, ഇവിടെ നമ്മൾ കൃത്യം ആംഗിൾ ഓഫ് എലിവേഷൻ കണ്ടുപിടിക്കാൻ ഇപ്പൊ പഠിച്ചു. നമുക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ കിട്ടി. let this line denote the normal line of sight. ഓക്കെ, ഇങ്ങനെയൊക്കെ നമ്മൾ നിലവിൽ കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. നോർമൽ ലൈൻ ഓഫ് സൈറ്റ് എന്നുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ നമുക്ക് കൃത്യം കിട്ടിയിട്ടുണ്ട്. ദിസ് ആംഗിൾ let it be some 50 ഡിഗ്രി. കുഴപ്പമില്ലല്ലോ. ശരി, ഇത് നമ്മളുടെ പൊക്കമാണ്. സപ്പോസ് ഇറ്റ് ഈസ് 2 മീറ്റർ. 2 മീറ്റർ പൊക്കമുള്ള ആരും കൂട്ടത്തിലില്ല എനിക്ക് ഉറപ്പാണ്, എങ്കിലും 2 മീറ്റർ സപ്പോസ് ചെയ്യും. ഓക്കെ, മാക്സിമം ഒരു 180 ഒരു 6 അടി പൊക്കമൊക്കെ ഉണ്ടെങ്കിൽ 182 സെന്റിമീറ്റർ ഒക്കെ ഉണ്ടാവും. അതിൽ കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഏകദേശം 2 മീറ്റർ പൊക്കം എന്നൊക്കെ പറഞ്ഞാൽ 7 അടി പൊക്കത്തിന് അടുത്തെത്തും. അത്രയും പൊക്കം കൂടുതൽ ആർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല. പോട്ടെ, എനിവേ 2 മീറ്റർ വന്നിരിക്കട്ടെ. ഇനിയാണ് ട്വിസ്റ്റ് കേട്ടോ. ഈ ഒബ്ജക്റ്റിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൽ നിന്ന് എത്ര ദൂരെയാണ് നിൽക്കേണ്ടത് നമ്മളല്ലേ തീരുമാനിക്കുക. നമ്മളിഷ്ടമല്ലേ? ഒരു മരം ഉണ്ട് അല്ലെങ്കിൽ ബിൽഡിംഗ് ഉണ്ട്, ബിൽഡിംഗിൽ നിന്ന് 10 മീറ്റർ മാറി നിൽക്കുന്നു. അത് നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഡിസ്റ്റൻസ്, റൈറ്റ്? ഓക്കെ, അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്റെ ഇഷ്ടമാണ്, ഞാനത് ചൂസ് ചെയ്യുന്നു 10 മീറ്റർ ആയിട്ട്. അപ്പൊ ഇവിടെയും 10 മീറ്റർ കിട്ടും, കുഴപ്പമില്ലല്ലോ. നൗ വി ക്യാൻ ഡയറക്ട്ലി അപ്ലൈ the trigonometric result in triangle ABC, which is point D, which is E. നമ്മൾ നേരെ tan 50 എടുത്തു കഴിഞ്ഞാൽ we get AB divided by BC. tan 50യുടെ വാല്യൂ 1.1918 ആണ്, ഈക്വൽ ടു AB divided by 10 എന്ന് വരും. ക്രോസ് ചെയ്യുമ്പോൾ 1.1918 into 10 is equal to AB എന്ന് കിട്ടും. അതായത് AB equal to 11.918. AB 11.918 ആണെങ്കിൽ മൊത്തം ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ ട്രീയുടെ എന്താണോ അതിന്റെ പൊക്കം 11.918 പ്ലസ് ഒബ്സർവ് ചെയ്ത പൊക്കം 13.918 ആൻസർ കിട്ടും. വി ക്യാൻ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്. അപ്പൊ വീടിന്റെ പൊക്കോ മരത്തിന്റെ പൊക്കോ ബിൽഡിങ്ങിന്റെ പൊക്കോ ടവറിന്റെ പൊക്കോ വാട്ടെവർ ഇറ്റ് മേ ബി, വി ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ്. ഒരു വിമാനം ആകാശത്തോടെ പറന്നു പോകണം, വിമാനത്തിലേക്ക് നമ്മൾ നോക്കുക എത്ര ആംഗിൾ ഉണ്ട്, ഈ സംഗതി കണ്ടുപിടിക്കും. പ്രൊവൈഡഡ് ഇഫ് യു നോ ദ ഡിസ്റ്റൻസ്. ഇതാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ. ഈ എഴുതി വെച്ചിരിക്കുന്നതിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഒരു പുതുമ, ഒരു ഇതുവരെ കാണാത്ത ഒരു സാധനം എവിടെയെങ്കിലും ഇതിനകത്ത് കയറി വന്നത്, അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ ചോദിച്ചു വേഗം, ഞാൻ ക്ലിയർ ചെയ്തേ. എനിവൺ ഈ ഞാൻ സോൾവ് ചെയ്ത പോർഷനിലേക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഏതെങ്കിലും സാധനം കണ്ടിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേഗം ചോദിച്ചോ. തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ഇല്ല, ഒരു പ്രശ്നമില്ല, എല്ലാം ഓക്കെ ആണോ? അവിടെ കണ്ട എന്തെങ്കിലും സാധനം പുതിയതായിട്ട് വന്നതുപോലെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? കണ്ടിട്ട് ഇതുവരെ കാണാത്ത ഇതുവരെ പരിചയമില്ലാത്ത എന്തോ സാധനം കയറി വന്നിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം.
പറഞ്ഞോ ഖദീജ? Sorry, tan 50. tan 50 എവിടുന്ന് വന്നു? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു സംഗതി നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. നമ്മൾ ആ കണ്ടിട്ടുള്ളത് 30യും 45യും 60യും മാത്രമാണ് അല്ലെ? 30 ഡിഗ്രി 45 ഡിഗ്രി 60 ഡിഗ്രി നമ്മൾ ഡിസ്കഷനിൽ വന്നിട്ടുണ്ടോ? റൈറ്റ്? ഓക്കെ, പ്രത്യേകം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു 30, 45, 60 എന്ന് പറയുന്നത് നമ്മളെ ഹെഡിങ്ങിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. സം പർട്ടിക്കുലർ ആംഗിൾ, സം സ്പെഷ്യൽ ആംഗിൾ, നമുക്ക് സിലബസിൽ പഠിക്കാനുള്ള ആംഗിൾസ് ആണ് അത്. ഒരിക്കലും ട്രിഗ്നോമെട്രി 30, 45, 60ക്ക് മാത്രമാണ് തെറ്റിദ്ധരിക്കാൻ പാടില്ല. 0 തൊട്ട് 90 വരെയുള്ള എല്ലാ ആംഗിൾസിനും ട്രിഗ്നോമെട്രിക് വാല്യൂസ് ഉണ്ട്. ഇത് കാണാം, അതിനെ കുറിച്ച് ട്രിഗ്നോമെട്രിക് ടേബിൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് sin 30 ഈക്വൽ എത്ര? sin 30യുടെ വാല്യൂ വിശാലേ? 1/2. sin 30 1/2 ആണ്. ടേബിൾ നോക്കി, ഈ കിടക്കുന്നതാണ് സൈനിന്റെ ടേബിൾ കേട്ടോ. ഈ ഒന്നാമത്തെയാണ് സൈനിന്റെ ടേബിൾ. ശ്രദ്ധിച്ച് നോക്കിക്കോ, സൂം ചെയ്യാം. ഇത് കണ്ടോ, ഇതാണ് സൈൻ എന്നുള്ള വാല്യൂന്റെ ടേബിൾ. സൈനിന്റെ കോളം ഇങ്ങനെ കിടക്കുക. ഇതാണ് സൈനിന്റെ കോളം. 0, 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ ആംഗിൾ പോവാ കണ്ടോ. 15, 16, 17 ഇങ്ങനെ പോയി 30 ഡിഗ്രി. ഇതെവിടെ 30 ഡിഗ്രി. ഇത് പോയിന്റ് ആണ്, കോമ അല്ല കേട്ടോ, പോയിന്റ് ആണ്. 30 ഡിഗ്രി വന്നിരിക്കുന്ന വാല്യൂ കണ്ടോ, 0.5. sin 30യുടെ വാല്യൂ നമുക്കറിയാം, അത് 1/2 ആണ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 1/2 0.5 ഡെസിമൽ, ശരിയല്ലേ? ഇതുപോലെ എല്ലാ ആംഗിളിനും ട്രിഗ്നോമെട്രിക് വാല്യൂസ് ഉണ്ട്. നമ്മൾ പഠിക്കുന്ന എല്ലാ ആംഗിൾസിനും ട്രിഗ്നോമെട്രിക് വാല്യൂസ് ഉണ്ട്. ഇത് നോക്കി, ഇവിടെ കാണുന്ന പോർഷൻ കണ്ടോ, 50 ഡിഗ്രി കിടക്കുന്നു. ഇവിടെയാണ് 50 ഡിഗ്രി. ഇതാണ് 50 ഡിഗ്രിയുടെ കോളം, സോറി റോ. 50 ഡിഗ്രിയുടെ റോയില് ടാൻ വരുന്ന പോർഷൻ നിങ്ങൾ നോക്കി, ഇവിടെ 50 ഡിഗ്രി. 50ൽ ടാൻ വരുന്നത് എവിടെയാണ്? രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന വാല്യൂ ഇതേ കാണുന്നു. ആ വാല്യൂ ആണ് ഇപ്പൊ ഞാൻ എഴുതിയത് 1.1918. അതിന് അപ്രോക്സിമേറ്റ്ലി 1.192 എന്ന് എടുത്തു വന്നു. അപ്പൊ ഏത് ആംഗിളിന്റെയും സൈനും കോസും ടാനും ഒക്കെ അവൈലബിൾ ആണ് ആസ് എ ട്രിഗ്നോമെട്രിക് വാല്യൂ ടേബിൾ. ആ ടേബിളിൽ നമുക്ക് വാല്യൂ കിട്ടും, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഇങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കലി സാധനം കണ്ടുപിടിക്കുന്നത് കേട്ടോ. മേ ബി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ റോഡ് സൈഡിലൊക്കെ ചിലപ്പോ ഈ സർവേ എടുക്കുന്ന ആൾക്കാർ ഒരു മെഷീനൊക്കെ വെച്ചിട്ട്, ലെഗുള്ള ഒരു മെഷീനൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതിലൂടെ ഇങ്ങനെ നോക്കുന്നതാണോ? കണ്ടിട്ടുണ്ടോ? സർവേ എടുക്കുന്ന കണ്ടിട്ടില്ല റോഡിൽ, റോഡ് സൈഡിലൊക്കെ PWD എന്നൊക്കെ ഇപ്പൊ നമ്മളുടെ ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ട് ഒരു ലെഗുള്ള മെഷീനൊക്കെ ഇങ്ങനെ വെച്ചിട്ടേ 3 കാലൊക്കെ ഉണ്ടാവും. അതായത് ഇങ്ങനെ ഒരു നോക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടാവും. അതിലിങ്ങനെ നോക്കും, ഇങ്ങനെ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. കറക്റ്റ് ഒബ്ജക്റ്റിലേക്ക് നോക്കി അതിന്റെ ആംഗിൾ നോട്ട് ചെയ്ത് മെഷർമെന്റ് നോട്ട് ചെയ്ത് ഒക്കെ ട്രിഗ്നോമെട്രിയാ. നമ്മൾ ഈ പഠിച്ച അതേ സാധനം തന്നെയാണ്. പിന്നെ അവര് മെഷീൻ ഉപയോഗിക്കുമ്പോൾ കാർഡ്ബോർഡിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് അത് നൂല് വലിച്ചു കിട്ടിയിട്ട് സ്ട്രോ വെച്ച് നോക്കണ പരിപാടി ഒന്നുമല്ല അവർ ചെയ്യും. കൃത്യമായ ഡിവൈസ് ഉണ്ട്, കൃത്യമായ സോഫിസ്റ്റിക്കേറ്റഡ് ഡിവൈസുകളുണ്ട്. നമ്മൾ ഇങ്ങനെയൊന്നും കഷ്ടപ്പെടുന്ന കാര്യമില്ല. ജസ്റ്റ് നമ്മൾ കയ്യിലെടുക്കുക, ഒബ്ജക്റ്റിലേക്ക് കൃത്യം നോക്കുക, കറക്റ്റ് ഒബ്ജക്റ്റിലേക്ക് നോക്കി കഴിയുമ്പോൾ ഒബ്ജക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡിജിറ്റൽ ഡിവൈസ് ഉണ്ട്, നോർമൽ ഡിവൈസ് ഉണ്ട്. ഡിജിറ്റൽ ഡിവൈസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് കണ്ടു കഴിയുമ്പോൾ ജസ്റ്റ് അതിനകത്തൊരു സ്വിച്ച് ഉണ്ട്. സ്വിച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആംഗിൾ അവിടെ നോട്ട് ചെയ്യും, കറക്റ്റ് ആംഗിൾ നോട്ട് ചെയ്യും. നമ്മൾ ഈ മൈനസ് ചെയ്യാനും പരിപാടിക്കൊന്നും നടക്കില്ല. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രാക്ടിക്കൽ സാധനം യൂസ് ചെയ്യുന്നത് കേട്ടോ. ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കിയാലൊക്കെ കിട്ടും, ക്ലിനോമെട്രിക് ഡിവൈസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിവേ, സോ ദാറ്റ്സ് വാട്ട് റിഗാർഡിംഗ് ദ ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രി. ചാപ്റ്റർ തീരുന്നു. നൗ നമുക്ക് ബാലൻസ് ഉള്ളത് 4 ചാപ്റ്റേഴ്സ് ആണ്. ഒന്ന് നെക്സ്റ്റ് ചാപ്റ്റർ സർക്കിൾ, അത് കഴിയുമ്പോൾ കൺസ്ട്രക്ഷൻ, then we have surface areas and volume, and at last we have statistics. 4 ചാപ്റ്റേഴ്സ് നമുക്ക് ബാക്കിയാണ്. ഇതില് സർഫസ് ഏരിയ ആൻഡ് വോളിയം സ്റ്റാറ്റിയും അത്യാവശ്യം ലെങ്ത് ഉള്ള ചാപ്റ്റർ ആണ്. ലെങ്ത് ഇൻ ദ സെൻസ് എക്സസൈസ് കൂടുതലുണ്ട്. സർഫസ് ഏരിയ ആൻഡ് വോളിയം നമുക്ക് 2 എക്സസൈസേ ഉള്ളൂ, പക്ഷെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് 3 എക്സസൈസ് ഉണ്ട്, അതനുസരിച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. സർക്കിളും കൺസ്ട്രക്ഷനും വളരെ ചെറിയ സിമ്പിൾ ചാപ്റ്റേഴ്സ്. ഓക്കെ, പെട്ടെന്ന് തീരുന്ന ചാപ്റ്റേഴ്സ് കേട്ടോ. അതിൽ തന്നെ കൺസ്ട്രക്ഷനിൽ നമുക്ക് ആകെ നിസ്സാര ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എത്താം. അപ്പൊ ഈ ചാപ്റ്റർ പഠിപ്പിച്ച സ്കൂളിൽ വേഗം ഹാൻഡിൽ ചെയ്ത് സർക്കിൾ പഠിപ്പിച്ചവര് പെട്ടെന്ന് വീഡിയോയില് സെറ്റിയിലെ വീഡിയോയില് സ്ക്രീൻ തൊടണ്ട. വീഡിയോ വായിസിനെ പഠിപ്പിച്ചോടാ, വായിച്ചാനോ? വായിസിന്റെ കൈ പൊങ്ങൂലേ പഠിപ്പിച്ചെങ്കിൽ? ഓക്കെ, റൈറ്റ്, കേട്ടോ. അപ്പൊ ഏതാണ്ട് എല്ലാവരും തന്നെ പഠിപ്പിച്ചിട്ട് നമുക്ക് സമയങ്ങളുടെ കാര്യം നേരെ എക്സസൈസിലേക്ക് പോകാനോ അല്ലെ? സർക്കിൾ സെറ്റിംഗ് കൊടുത്തിട്ട് കൺസെപ്റ്റ് അറിയാവുന്നതല്ലേ?
വിശാല അത് പറഞ്ഞപ്പോ ഇങ്ങനെ നെട്ടിയിരിക്കുന്നു. ക്ലിയർ അല്ലേ സർക്കിൾസ് എന്താണെന്നല്ലേ? ഐഡിയാസ് ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങളുടെ കാര്യമുണ്ടോ? നേരെ എക്സസൈസിലേക്ക് പോവാം. ആർപ്പാസ പറ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഇല്ലേ? ആ ചാപ്റ്റർ ഇല്ലേ? ക്വാഡ്രാറ്റിക് ഒക്കെ നമ്മൾ നേരത്തെ എടുത്താടാ, സ്റ്റാർട്ടിങ്ങില് പഠിപ്പിച്ചാണ്. ക്വാഡ്രാറ്റിക് അരിത്മെറ്റിക് പ്രോസസ് ഒക്കെ കഴിഞ്ഞാണ്. ഫായിസ് എന്താ പറയാൻ വന്നേ? സർക്കിൾസ് അവിടെ പഠിപ്പിച്ചല്ലോ. അപ്പൊ നമുക്ക് കൺസെപ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് നേരെ എക്സസൈസിലേക്ക് കയറാം. ഇവരൊക്കെ കംപ്ലീറ്റ് പഠിച്ച് റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഒരേ കൂടി ഐഡിയാസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഈ ചാപ്റ്ററിൽ ആക്ച്വലി ഒരൊറ്റയ്ക്ക് ഒരാളെ കുറിച്ച് പുതിയതായിട്ട് നമുക്ക് പഠിക്കണം. In this chapter, actually, we are introducing a new term related to circles called tangent. Tangent എന്ന് പറയുന്ന പുതിയ ഒരാളെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകും. ഈ ടാൻജന്റ് പുതിയ ഒരാളാണോ ശരിക്കും? ഈ വാക്ക് പുതിയ ഒരാളാണോ ശരിക്കും? ടാൻജന്റ് എന്നുള്ള വാക്ക് അല്ല, നമ്മൾ ഓൾറെഡി കേട്ട സാധനം. എവിടെ നമ്മൾ കേട്ടിട്ടുള്ള ഫാത്തിമ റഫീഖ്, നമ്മൾ ഈ വാക്ക് എവിടെ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളത്? ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസിൽ നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്റർ ഫുള്ള്, അതിനു മുമ്പ് ചാപ്റ്റർ 8 ടേം 1 നമ്മൾ ഒരുപാട് ഉപയോഗിച്ചാണ് ടാൻജന്റ്. ആ ടാൻജന്റും ഈ ടാൻജന്റും തമ്മിൽ ഒരു ബന്ധവും. ട്രിഗ്നോമെട്രിയിലെ ടാൻജന്റും സർക്കിളിലെ ടാൻജന്റും തമ്മിൽ there is no relation. ട്രിഗ്നോമെട്രിയിൽ ടാൻ എന്ന് പറയുന്ന ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡിന്റെ ഷോർട്ട് ഫോം, ടാൻജന്റിന്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് നമ്മൾ ട്രിഗ്നോമെട്രിയിൽ ടാനിനെ പഠിച്ചത്. ആ ടാൻജന്റും സർക്കിളിലെ ടാൻജന്റും രാവും പകലും വ്യത്യാസമാണ്. ഒരു റിലേഷൻ ഇവർ തമ്മിലില്ല കേട്ടോ. കൺഫ്യൂസ്ഡ് ആവരുത്. ഞാൻ ഒന്നുകൂടെ എടുത്തു പറയാണ്. The tan, which is the tangent that we discussed in trigonometry and the tangent that we are going to discuss in circle are entirely different. There is no connection between them. Clear? Okay. ഇനി ഞാൻ ബാക്കി പറയാം, ശ്രദ്ധിച്ചു. അപ്പൊ അങ്ങനെ നമ്മൾ ടാൻജന്റ് ടാന് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ ആകെ പഠിക്കാനുള്ളത് ഇതിനെ കുറിച്ച് മാത്രമാണ്. വേറെ ഒരു ഐഡിയയും നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനില്ല. എന്താണ് ടാൻജന്റ് ഓഫ് സർക്കിൾ, എന്തൊക്കെയാണ് അതിന്റെ പ്രോപ്പർട്ടീസ്, ഒരു 2 എക്സസൈസ്. അതിൽ ഫസ്റ്റ് എക്സസൈസ് നിസ്സാരം, ചുമ്മാ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് 2-3 ക്വസ്റ്റൻ നമുക്ക് ചെയ്യാനേ ഉള്ളൂ. പിന്നെ ഒരു പൈതഗോറസ് തിയറം ഉപയോഗിച്ചുള്ള ഒരു കൺസെപ്റ്റും. സെക്കൻഡ് എക്സസൈസ് ആണ് കമ്പാരിറ്റീവ്ലി കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് വരുന്നത്. അവിടെ നമുക്ക് ടോട്ടൽ ഒരു 13 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ തന്നെ ഒരു 2-3 ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കിയൊക്കെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. കൂടുതൽ നമ്മളോട് ഉപയോഗിക്കുക ട്രയാങ്കിളിന്റെ കോൺഗ്രുവൻസി, ട്രയാങ്കിളിന്റെ സിമിലാരിറ്റി പോലുള്ള കൺസെപ്റ്റുകളൊക്കെയാണ്. അതിലൊക്കെ ഞാൻ വരാം. അതിന് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നാളത്തേക്ക് നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ട ഒരു സംഗതിയുണ്ട്. ഒരു ചാർട്ട് പേപ്പറിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന്റെ കവർ പേജ് പോലെ കട്ടിയുള്ള പേപ്പർ എടുത്ത് ഞാൻ പറയുന്നു, തിക്നെസ് ഉള്ള പേപ്പർ, A4 പേപ്പർ പോലെ, അതില് 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ കട്ട് ചെയ്യും. 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ കട്ട് ചെയ്യും. എന്നിട്ട് ആ സർക്കിൾ നേരെ ഒരു A4 പേപ്പർ, നല്ല വൈറ്റ് ബ്ലാങ്ക് A4 പേപ്പർ, ലൈനുള്ള പേപ്പർ പറ്റില്ല. ഇതിനു പോലെ എംബോസ് ചെയ്ത് എക്സാം എഴുതിയ പേപ്പർ അതുകൊണ്ട് ഒട്ടിച്ചിട്ട് കാര്യമില്ല. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള നീറ്റ് A4 പേപ്പറിന്റെ സെന്ററിൽ നിങ്ങൾ ഈ സർക്കിളിനെ പേസ്റ്റ് ചെയ്യണം. ഗ്ലൂ വെച്ചിട്ട്, പശ വെച്ചിട്ട് A4 പേപ്പറിൽ ഒട്ടിക്കണം. ഇത് നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക് ആണ്. A4 പേപ്പറിൽ ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ കാർഡ് ബോർഡിലുള്ള ഒരു സർക്കിൾ. ഒരുപാട് വലിയ കട്ടിയൊന്നും വേണ്ട കേട്ടോ. TV വാങ്ങിച്ച പെട്ടിയിലെ പുറത്തുനിന്ന് 2 സെന്റിമീറ്റർ മുറിക്കൊന്നും വേണ്ട. ടെക്സ്റ്റ് ബുക്കിന്റെ കവർ പേജ്, ഇപ്പൊ ചാർട്ട് പേപ്പറിന് ഇപ്പൊ പുതിയത് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു ചാർട്ട് പേപ്പർ പഴയതൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ കവർ പേജിലൊക്കെ വെട്ടിയാലും മതി. എന്ന് പറഞ്ഞ് NCERT മാത്സ് 10ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിന്റെ കവർ വെട്ടരുത്. പഴയ ടെക്സ്റ്റ് ബുക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കട്ട് ചെയ്യും. പിടിയോ? കട്ട് ചെയ്യണം, A4 പേപ്പറിൽ ഒട്ടിക്കണം. ഇത് വെച്ചിട്ടാണ് നാളത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ക്ലിനോമീറ്റർ ചില ആളുകളുടെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ടായി, പെശകുണ്ടായി, അതൊന്നും വലിയ ഇഷ്യൂ ആക്കിയില്ല. കാരണം ഇതൊരു ആപ്ലിക്കേഷൻ പറയാൻ വേണ്ടി മാത്രമായിരുന്നു. ഇതങ്ങനെയല്ല. ഇത് കൃത്യമായി ചെയ്താലാണ് ടാൻജന്റ് എന്താണെന്ന് മനസ്സിലാവും. എങ്കിലാണ് ടാൻജന്റിന്റെ പ്രോപ്പർട്ടി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. സോ ദിസ് ആക്ടിവിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ്, എ സീരിയസ് വൺ. യു ഷുഡ് കംപ്ലീറ്റ് ഇറ്റ് ടുഡേ ഇറ്റ്സെൽഫ്. ക്ലാസ് കഴിയുമ്പോൾ തന്നെ ചെയ്തു വെച്ചിട്ട് പോവാണ് നല്ലത്. നാളത്തേക്ക് വെച്ചാൽ മറന്നു പോകും, ഞാൻ ക്ലാസ്സിൽ നിന്ന് വരും. അതൊരു എക്സ്ക്യൂസും ഉണ്ടാവില്ല കേട്ടോ. Right. Remaining on tomorrow at the same time. Thank you. Thank you, sir. Thank you, sir.